ഓണസദ്യക്ക് നമ്മൾ പലതരം പായസം സെർവ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നല്ല പയറുപരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പയറുപരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് അരക്കപ്പ് എടുത്തേക്ക്, മെഷറിംഗ് കപ്പിൽ അരക്കപ്പ്, 125 ഗ്രാം. ഇതാദ്യം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ല ക്രിസ്പ് ആവുന്ന വരെ മൂപ്പിച്ചെടുക്കുക. പയറുപരിപ്പ് നല്ല റോസ്റ്റഡ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. കഴുകി വെച്ചേക്കുന്ന പയറുപരിപ്പ് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 2 കപ്പ് മൂന്നാം പാലാണ്. രണ്ട് കപ്പ് മൂന്നാം പാൽ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ഞാൻ എടുത്തേക്കുന്നത് 3 കപ്പ് തേങ്ങ എടുത്തു. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ ഒന്നാം പാൽ എടുത്തു. തിക്കായിട്ടുള്ള 1 കപ്പ് ഒന്നാം പാൽ എടുത്തു. അതിനുശേഷം അതിലേക്ക് വീണ്ടും 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് രണ്ടാം പാൽ എടുത്തു. പിന്നെയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മൂന്നാം പാൽ എടുത്തേക്ക്. 2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് മൂന്നാം പാലും എടുത്തു. അപ്പം അതിൽ നിന്ന് നമ്മൾ മൂന്നാം പാൽ എടുത്ത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്യുക. പ്രഷർ മൊത്തം പോയ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 7 to 8 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്തേ. പരിപ്പ് നന്നായിട്ട് വെന്തു, വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടി. പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളിയാണ് ചൂടാക്കുന്നത്. ഉരുളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയർ ചേർക്കും. ഇതിലേക്ക് 3/4 കപ്പ് ഉരുക്കിയ ശർക്കരയും കൂടെ ചേർക്കാം. ഏകദേശം ഒരു 200-250 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. അതോടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ശർക്കരയ്ക്കകത്ത് കടന്നത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതാണ് പായസത്തിൻ്റെ രുചി. അപ്പം നമ്മൾ ശർക്കരയിൽ ഇട്ട് വഴറ്റുമ്പോൾ എപ്പോഴും പയറുപരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ശർക്കരയിൽ ഇടുമ്പോൾ ഇത് കല്ലിച്ചു. നമ്മൾ ഏറ്റവും പേഷ്യൻസോടുകൂടെ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ്. നന്നായിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നമ്മൾ ശർക്കര ഇട്ട് ഈ ഒരു പരുവായി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റുക. ഇതേപോലെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കിനി തേങ്ങാപ്പാൽ ചേർക്കാം, രണ്ടാം പാൽ ചേർക്കാം. ഒരു 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്തു. നന്നായിട്ടും തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബോളിലേക്ക് സ്പൈസസ് എല്ലാം കൂടെ ഈ കപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. 3/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ, 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് ലാസ്റ്റ് ചേർക്കാനായിട്ടാണ്. സ്പൈസസ് കട്ടയാവാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
രണ്ടാം പാല് ചേർത്ത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഈ ശർക്കര ഈ പായസത്തിൻ്റെ കളർ ഇച്ചിരി ലൈറ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര അനുസരിച്ചിരിക്കും. നല്ല കറുത്ത ജാഗ്രി ഉപയോഗിക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് പായസം കിട്ടും. നമ്മൾ അരക്കപ്പ് ഒന്നാം പാലാണല്ലോ ചേർത്തേക്കുന്നത്. അതിനകത്തേക്ക് സ്പൈസസ് എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഒന്നാം പാലൂടെ ചേർക്കാം. 1 കപ്പ് നിറച്ചെടുക്കാം. തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായാൽ മതി. അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് പായസത്തിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും നട്ട്സും റേസിൻസും ഒക്കെ മൂപ്പിച്ചിടാനായിട്ടുണ്ട് നെയ്ക്കകത്ത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, വളരെ ചെറുതായിട്ട് നുറുക്കിയ തേങ്ങ. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നട്ട്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നട്ട്സും നട്ട്സ് ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ റേസിൻസും കൂടെ ചേർക്കാം. മുന്തിരിങ്ങ നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു നുള്ള ഉപ്പ്, ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് 1 നുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. എപ്പോഴും പായസം ഉണ്ടാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് പായസത്തിൻ്റെ ആ സെയിം ഉരുളി തന്നെ വെക്കുക. അതിന് ശേഷം മാറ്റുക. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന പയറുപരിപ്പ് പായസം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 1 ലിറ്ററും കുറച്ച് എക്സ്ട്രായും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.